കേരള വിഷൻ കേബിൾ ടിവി ഉപയോക്താക്കൾക്ക് ഇനി രാജ്യത്ത് എവിടെയും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. കെവി ഗോ എന്ന പുതിയ മൊബൈൽ ടിവി സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഇന്നു മുതൽ സേവനം ലഭ്യമാകും. കേരള വിഷന്റെ കേബിൾ ടിവി ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടിവി ചാനലുകൾ കാണാം. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാകുന്ന പുതിയ സേവനത്തിനാണ് കെവി ഗോയിലൂടെ കേരള വിഷൻ തുടക്കം കുറിക്കുന്നത്. കെവി ഗോ സേവനത്തിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ കെ മേനോൻ നിർവഹിച്ചു. കേരള വിഷന്റെ കേബിൾ ടിവി ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ പക്കലുള്ള 1-2 മൊബൈൽ ഫോണുകളിൽ സൗജന്യമായാണ് ഈ സേവനം ലഭിക്കുകയെന്ന് KCCL ചെയർമാൻ സുരേഷ് കുമാർ PP പറഞ്ഞു. കെവി ഗോ പ്രൊഡക്റ്റ് ലൈൻ വഴി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് ലോൺ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മുടെ ട്രഡീഷണൽ സെറ്റ് ഓഫ് ബോക്സ് വീടുകളിലുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 30 ലക്ഷം വീടുകളിൽ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ 15 ലക്ഷം ഭവനങ്ങളിൽ നമുക്കിന്ന് ബ്രോഡ്ബാൻഡ് ഉണ്ട്. അതിൽ ഏകദേശം ഈ 2-3 വർഷം കൊണ്ട് തന്നെ IPTVയുടെ തുടക്കകാലത്ത് തന്നെ നമുക്ക് ഇന്നൊരു 50,000-ൽ താഴെ സബ്സ്ക്രൈബർ IPTVയിലുണ്ട്. അപ്പോൾ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള വരിക്കാർക്ക് IPTV സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഡിജിറ്റലായിട്ടുള്ള 30 ലക്ഷം വരിക്കാർക്കും ഇന്നു മുതൽ നമ്മൾ 2 മാസത്തേക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കെവി ഗോ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ കൺസ്യൂമർക്കും 2 മാസത്തേക്ക് പ്രൊമോഷണൽ ഓഫറായിട്ട് ഈ ഫീച്ചർ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനോ IPTV സബ്സ്ക്രിപ്ഷനോ നിലനിർത്തുന്നവർ എല്ലാവർക്കും തുടർന്നും ഹയർ പാക്കേജുകളിൽ നമ്മളിത് അവൈലബിൾ ആക്കും. ആദ്യഘട്ടത്തിൽ ഏഷ്യാനെറ്റ്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ജിയോ സ്റ്റാറിന്റെ എല്ലാ ചാനലുകളിലും HD നിലവാരത്തിൽ മൊബൈൽ ഫോണിൽ കിട്ടുമെന്നതാണ് കെവി ഗോയുടെ പ്രത്യേകത. കേരള വിഷന്റെ KEE എന്ന OTT IPTV മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഈ സേവനം ലഭിക്കുക. KEE OTT ആപ്പ് ലഭിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് കേരള വിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ കെവി ഗോ ആക്റ്റീവ് ആകും. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കുമെന്നതാണ് കെവി ഗോയുടെ സവിശേഷത. IPTV സേവനം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്കും ഈ സേവനം ലഭിക്കുമെന്ന് KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് പറഞ്ഞു. കെവി ഗോ എന്നുള്ള പേരിൽ നമ്മളുടെ കീ ആപ്പിൻ്റെ ഭാഗമായി നമ്മൾ വയർലെസ് ആയിക്കൊണ്ട് തന്നെ വയേർഡിൻ്റെ ഒരു കണക്ടിവിറ്റിയിൽ നിന്നും മോചിതമായിക്കൊണ്ട് വയേർഡ് കണക്ടിവിറ്റിയിൽ എല്ലാ ചാനലുകളും രാജ്യത്തെ മുഴുവൻ ചാനലുകളിൽ ലഭ്യമാക്കാവുന്ന രീതിയിൽ കെവി ഗോ നമ്മൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ജിയോ സ്റ്റാറിൻ്റെ ലേബലിലുള്ള മുഴുവൻ ചാനലുകളും ഇന്നു മുതൽ നമ്മൾ കെവി ഗോ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുകയാണ്. കെവി ഗോയിൽ തുടക്കത്തിൽ ജിയോ സ്റ്റാർ ചാനലുകൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും മറ്റ് ബ്രോഡ്കാസ്റ്റർമാരുടെ ചാനലുകളും ക്രമേണ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കും. പ്രൊമോഷന്റെ ഭാഗമായി 2 മാസത്തേക്ക് എല്ലാ കേരള വിഷൻ ഡിജിറ്റൽ TV വരിക്കാർക്കും ഈ സേവനം ലഭിക്കുന്നതാണ്. തുടർന്നും കെവി ഗോ ലഭ്യമാകണമെങ്കിൽ ഇക്കണോമിയോ അതിനു മുകളിലുള്ള കേബിൾ TV പാക്കേജുകളോ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. കേരള വിഷനിൽ മാത്രമേ സംസ്ഥാനത്ത് കെവി ഗോ സേവനം ലഭിക്കുകയുള്ളൂ. 30 ലക്ഷം കേബിൾ TV വരിക്കാരും 15 ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരുമുള്ള രാജ്യത്തെ ആദ്യത്തെ 5 സേവനദാതാക്കളുടെ പട്ടികയിൽപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സേവനദാതാവാണ് കേരള വിഷനെന്നും KCCL ഭാരവാഹികൾ പറഞ്ഞു. ജിയോ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സുനോഷ് കുമാർ NK, KCCLന്റെയും KVBLന്റെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ N, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ K ഗോവിന്ദൻ, കേരള വിഷൻ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ VS, ന്യൂസ് മലയാളം MDയും COA എക്സിക്യൂട്ടീവ് അംഗവുമായ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.